പ്രൈസ് ഗോഡ്. ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് കൂടുവാൻ കർത്താവ് ഇന്ന് ഇടയാക്കിയല്ലോ. ഒരുമിച്ച് കൂടിയിരിക്കുന്ന എല്ലാവർക്കായിട്ടും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവർക്കായിട്ടും കർത്താവിന് മഹത്വം കരയേറ്റുന്നു. വളരെ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നമുക്ക് ലഭിക്കുന്ന ഓരോ സമയങ്ങളും, വിശേഷാൽ ദൈവവചന പഠനത്തിന് നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം വളരെ വിലയേറിയതാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയും പ്രാർത്ഥനയോടെയും നമുക്ക് ദൈവസന്നിധിയിലായിരിക്കണമെന്ന് ഞാൻ ദൈവതിരുനാമത്തെ നിങ്ങളെല്ലാവരെയും ഓർപ്പിക്കുന്നു. ഒരു പുതിയ പഠനം ഇന്ന് ആരംഭിക്കുക. നമ്മൾ പാരബിൾസുമായിട്ട് ദീർഘസമയം നമ്മൾ മല്ലടിച്ചു. അനേക പാരബിൾസ് പഠിച്ചു. എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല. എങ്കിലും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്കവാറും പാരബിൾസ് എല്ലാം നമ്മൾ 38 പാരബിൾസിൽ ഏതാണ്ട് ഭൂരിഭാഗവും നമ്മൾ അത് പഠിക്കുവാൻ തക്കവണ്ണം സവിസ്തരമായി പഠിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം തന്നു. അതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പഠിച്ചതിൽ ചില കാര്യങ്ങളെങ്കിലും നിങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട് എന്ന് വിശ്വസിക്കുന്നു. എങ്കിലും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഓർമ്മയില്ലെങ്കിലും പ്രധാനമായി പഠിച്ച ആത്മീക പാഠങ്ങൾ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞാൻ ആരംഭിക്കുന്നത് നമ്മുടെ ബിയാറ്റിറ്റ്യൂഡ്സിൻ്റെ ഒരു സ്റ്റഡിയാണ്, അഥവാ ഭാഗ്യാവസ്ഥകൾ. ഗിരിപ്രഭാഷണത്തിലെ യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിലെ ഭാഗ്യാവസ്ഥകൾ നമ്മൾ പറയുന്ന അല്ലെ സെർമൺ ഓൺ ദ മൗണ്ട് വാസ്തവത്തിൽ മത്തായി സുവിശേഷം 3 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. 5, 6, 7 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. അത് 3 വിശദമായിട്ട് പഠിക്കുവാൻ ദീർഘസമയങ്ങളെടുക്കും. അതുകൊണ്ട് തന്നെ ഭാഗ്യാവസ്ഥകളെക്കുറിച്ച് പറയുന്ന 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ, വിശേഷാൽ 3 മുതൽ 10 വരെയാണ്. എന്നാൽ നമുക്ക് ഒന്ന് മനസ്സിലാകേണ്ടതിന് 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. ആരെങ്കിലും ഒരാൾ വായിച്ചാട്ടെ. Whoever is assigned. അവൻ പുരുഷാരത്തെ കണ്ടപ്പോൾ മലമേൽ കയറി അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ് അവരോട് ഉപദേശിച്ചതെന്തെന്നാൽ, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും. നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. മതി, താങ്ക് യു. ഒരുപാട് പ്രാവശ്യം നമ്മളൊക്കെ വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയൊക്കെ ചെയ്ത ഭാഗമാണെന്ന് എനിക്കറിയാം. എങ്കിലും ഒരുപാട് ആഴമേറിയ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ പഠനത്തിനായിട്ട് ദീർഘനാളുകളായിട്ട് ചിന്തിക്കുകയായിരുന്നു. നേരത്തെ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, ഇവിടെയല്ല. ബട്ട് ഇത് ഇവിടെയും നമ്മുടെ മധ്യത്തിലും ഒന്ന് പഠിക്കണം, ഒരുമിച്ച് പഠിക്കണം, പഠിപ്പിക്കണം എന്ന് എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. ഈ പഠനത്തെ, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്ന ഈ പഠനത്തെ വിളിക്കുന്നതിനെ മാനിഫെസ്റ്റോ ഓഫ് ദ കിങ് എന്നാണ്. രാജാവിൻ്റെ ഒരു പ്രകടന പത്രികയുടെ അതിൻ്റെ പ്രസൻറ്റേഷനാണ്, അതിനെ പ്രസൻറ്റ് ചെയ്യുന്ന, അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഐഹിക ജീവിതകാലത്ത് തൻ്റെ ശുശ്രൂഷകളുടെ ആരംഭത്തിൽ അത് ആരംഭിക്കുമ്പോൾ അത് തൻ്റെ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ തന്നെ പിൻപറ്റുന്നവരുടെ അവസ്ഥകൾ എങ്ങനെയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നത് താൻ പ്രസൻറ്റ് ചെയ്യുക ഈ വാക്യങ്ങളിൽ കൂടെ. ഇതൊരു ഭയങ്കരമായിട്ടുള്ള വളരെ ആഴമേറിയ കാര്യങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമ്മൾ പക്ഷേ ഓരോന്നും വായിക്കുമ്പോൾ അതിൻ്റെ ഉപരിതലങ്ങളിൽ മാത്രം നമ്മൾ നിന്ന് വായിച്ചു വിടുമായിരിക്കും. എങ്കിലും അതിന് ഉള്ളിലടങ്ങിയിരിക്കുന്ന വലിയ ആത്മീക സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് കൃപ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഇങ്ങനെയൊരു പ്രകടന പത്രിക, അല്ലെങ്കിൽ താൻ എന്താണ് ചെയ്യാൻ പോകുന്നത്, തന്നെ പിൻപറ്റുന്നവരിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് എന്നുള്ള ഒരു
കാര്യങ്ങളെല്ലാം അടങ്ങിയ ഒരു പ്രമാണങ്ങളോ അല്ലെങ്കിൽ ഗൈഡ് ലൈൻസോ എല്ലാം അടങ്ങിയ ഒരു കാര്യം ആരംഭത്തിൽ തന്നെ പ്രസൻറ്റ് ചെയ്യുവാൻ എന്തുകൊണ്ടാണ് കാരണം? വളരെ കോൺട്രഡിക്റ്ററി എന്ന് നമുക്ക് തോന്നാവുന്ന, വസ്തുതകൾക്ക് വിരുദ്ധമെന്ന് നമുക്ക് തോന്നാവുന്ന കാര്യങ്ങളൊക്കെ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? അതെല്ലാം കൂടെ പറഞ്ഞുകൊണ്ടാണ് കർത്താവ് ഈ തൻ്റെ ശുശ്രൂഷകൾക്ക് ആരംഭം കുറിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം കഴിയും. അത് മനസ്സിലാകണമെങ്കിൽ യേശു കർത്താവ് എന്തിനു വേണ്ടിയാണ് ലോകത്തിൽ വന്നത്, അല്ലെങ്കിൽ ദൈവം എന്തിനു വേണ്ടിയാണ് മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചത്, മനുഷ്യവർഗത്തിൻ്റെ ഉദ്ധാരണത്തിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി കർത്താവ് പദ്ധതികൾ ഒരുക്കിയതും അതിനുവേണ്ടി പ്രവർത്തിച്ചതും എന്തുകൊണ്ടാണ്? ഗോഡ് റിയലി വാണ്ടഡ് ടു പ്രിപ്പയർ എ പീപ്പിൾ ഫോർ ഹിംസെൽഫ്. തനിക്ക് വേണ്ടി ഒരു ജനത്തെ ഒരുക്കുവാനായി ദൈവം ആഗ്രഹിച്ചു അല്ലേ? ആരംഭം മുതലേ. അല്ലാതെ ലോകത്തിൽ കുറേ മനുഷ്യരെ സൃഷ്ടിച്ച് അവരിങ്ങനെ പെറ്റ് പെരുകി വർദ്ധിച്ച് ഭൂമിയിലെല്ലാം വസിച്ച് അവരിങ്ങനെ അവരുടെ നമ്പർ ഒരുപാടായി, അതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമുക്ക് വചനത്തിലെല്ലായിടത്തും കാണുന്ന ഒരു സെപ്പറേഷനുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇസ്രായേൽ മക്കളുടെ എണ്ണം കടൽക്കരയിലെ മണൽ പോലെ ആയിരുന്നാലും ഒരു ശേഷിപ്പത്രേ രക്ഷിക്കപ്പെടൂ. അപ്പോൾ ഒരു ശേഷിപ്പിന് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തൻ്റെ ഹിതങ്ങളനുസരിക്കുന്ന, താൻ നൽകുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, അതിനെ പിൻപറ്റുന്ന ഒരു ജനസമൂഹത്തെ കർത്താവ് ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ടാണ് കർത്താവ് ഈ ലോകത്തിൽ വന്നത്. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിൽ കൊണ്ടുപോകാം എന്ന് വിചാരിച്ചല്ല. ആ കർത്താവിൻ്റെ ആഗ്രഹം അതാ, എല്ലാവരും രക്ഷിക്കപ്പെടണം, ആരും നശിച്ചു പോകാതിരിക്കണം അല്ലേ? അതാ ദൈവവചനത്തിൽ നമ്മൾ കാണുന്നത്. ദുഷ്ടൻ തൻ്റെ ദുഷ്ടതയിൽ മരിക്കണമെന്നല്ല, അവൻ തൻ്റെ ദുഷ്ടത വിട്ട് തിരിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യത്തില്ല. അപ്പം ദൈവം ആരെ കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത്? താൻ നൽകുന്ന ഉപദേശങ്ങൾ, തൻ്റെ നൽകുന്ന മൂല്യങ്ങൾ അനുസരിച്ച് ജീവിപ്പാൻ തങ്ങളെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു കൂട്ടത്തിന് വേണ്ടിയാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. അത് ആരംഭം മുതലേ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. അപ്പോൾ യേശു കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രിയിൽ ആരംഭമായിട്ട് തന്നെ നമുക്ക് ഇത് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. എങ്ങനെയാണ് യേശു തൻ്റെ രാജ്യത്തിൻ്റെ അഷറിങ് ഇൻ, അനൗൺസിങ് അബൌട്ട് ഹിസ് മിനിസ്ട്രി, തൻ്റെ ശുശ്രൂഷകൾ എങ്ങനെയായിരിക്കും, തൻ്റെ രാജ്യത്തിലെ തന്നെ പിൻപറ്റുന്ന ജനങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കുമെന്നെല്ലാം കർത്താവ് അനൗൺസ് ചെയ്യുന്ന, പരസ്യ പ്രഖ്യാപനം നടത്തുന്ന ഒരു ഭാഗം കൂടിയായത്. അല്ലാതെ ഇതെങ്ങും തൊടാതെ പറയുന്ന ചില കാര്യങ്ങളല്ല, ബന്ധമില്ലാതെ കിടക്കുന്ന ചില കാര്യങ്ങളുടെ ഒരു പ്രസ്താവനയല്ല നമ്മളിവിടെ ബിയാറ്റിറ്റ്യൂഡ്സിൽ കാണുന്ന, ഭാഗ്യാവസ്ഥകളിൽ പറയുന്നത്. ഇതെല്ലാം തമ്മിൽ പൊരുത്തപ്പെട്ട് കിടക്കുന്നതാണ്, തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്, ഒന്നൊന്നിനോട് വിട്ടൊഴിയാതെ കിടക്കുന്നതാണ്. എല്ലാം ഒരുമിച്ച് നമ്മൾ വായിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അതിലേക്ക് പിന്നീട് വരാം. ഇന്ന് അതിൽ നമുക്ക് നിൽക്കുവാൻ സമയമില്ല. എന്താണ് ഈ പ്രസംഗത്തിൻ്റെ, ഈ പർവ്വത പ്രസംഗത്തിൻ്റെ, യേശു കർത്താവ് പഠിപ്പിച്ച ഈ ബിയാറ്റിറ്റ്യൂഡ്സിൻ്റെ ഇന്നത്തെ പ്രസക്തി എന്തുവാ? ആ പ്രസക്തി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം, ഒരു ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുക. ഒരു ക്രിസ്ത്യൻ വാല്യൂ കർത്താവ് ആഗ്രഹിക്കുക. ഒരു കൗണ്ടർ കൾച്ചർ അല്ലേ? നമ്മൾ കാണുന്ന കൾച്ചറുണ്ടല്ലോ, ലോകത്തിലെ കൾച്ചർ. നമ്മൾ ഏത് കൾച്ചറിൽ ജീവിക്കുന്നു, എങ്ങനെയുള്ളവരുടെ ഇടയിൽ നമ്മൾ പെരുമാറുന്നു, എങ്ങനെയുള്ളവരുമായിട്ട് നമ്മൾ സഹവാസം ചെയ്യുന്നു, സഹവർത്തിത്വം ഉണ്ടാകുന്നു, ആ കൾച്ചറിനോട് ചേർന്ന് പോകുവാനായിട്ടല്ല, ഒരു കൗണ്ടർ കൾച്ചർ ഉണ്ടാകാനായിട്ടാണ് ദൈവം തൻ്റെ ഒരു ജനത്തെ ഒരുക്കുന്നതും വേർതിരിക്കുന്നതുമെന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് കാണുവാൻ തക്കവണ്ണം കഴിയും. ഒരു കൗണ്ടർ കൾച്ചർ. അപ്പോൾ ഒരു കൗണ്ടർ കൾച്ചർ നമ്മുടെയൊക്കെ ഇടയിൽ കാണുന്നുണ്ടോ? കൗണ്ടർ കൾച്ചർ നമ്മുടെ സഭയിലുണ്ടോ? കൗണ്ടർ കൾച്ചർ നമ്മുടെ കുടുംബങ്ങളിലുണ്ടോ? നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലുണ്ടോ? ഇത് വളരെ വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ഈ കൾച്ചറിന് അനുസരിച്ച് പോകുന്നവനല്ല. ഈ സൊദോമിൽ പോയി പാർത്തെങ്കിലും ലോത്തിനെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, അവൻ തൻ്റെ നീതിയുള്ള മനസ്സിൽ നൊന്തുപോയ ആളാണ്. അവിടുത്തെ അനീതിയും ദുഷ്കർമ്മവും എല്ലാം കണ്ട്
ലോത്ത് അവിടെയാണ് താമസിക്കുന്നതെങ്കിലും ഗേറ്റിങ്കിൽ ഇരിക്കുന്ന ആളാണെങ്കിലും അവൻ അനീതിയും ദുഷ്കർമ്മവും എല്ലാം കണ്ടവൻ്റെ നീതിയുള്ള മനസ്സിലവൻ നൊന്ത് പോയ ആളാണ്. അപ്പം എന്ന് പറഞ്ഞതിൽ ഒരു നോവൊരു വേദന, ഒരു കൗണ്ടർ കൾച്ചർ എന്തുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്നില്ല, ഞങ്ങളുടെ സഭയിൽ ഉണ്ടാകുന്നില്ല, വ്യത്യസ്തമായ ഒരു സംസ്കാരം ഉടലെടുക്കുന്നില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ അതില്ല, എൻ്റെ വ്യക്തി ജീവിതത്തിൽ അതില്ല എന്ന് ചോദിക്കുവാൻ കഴിവുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള എത്ര പേരുണ്ട്? അല്ലെങ്കിൽ ഒഴുക്കിൻ്റെ കൂടെ ഇങ്ങനെ ഒഴുകിപ്പോകാനാണ് നമ്മൾക്ക് പലപ്പോഴും ഇഷ്ടമല്ലേ? അല്ല, ഒഴുക്കിനെതിരായിട്ട് നീന്താൻ ആർക്കാണ് ഇഷ്ടം? എത്ര പേർക്കാണ് ഇഷ്ടം? അതിനുവേണ്ടി എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കും? അതിൻ്റെ വില കൊടുക്കുവാൻ എത്ര പേര് തയ്യാറാകും? അതാ ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം ഉണ്ടാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കും. ഞാൻ ഈ ഓരോന്നായിട്ട് നമ്മളിത് എടുക്കാൻ പോവുകയാണ്. ഓരോ ഭാഗ്യാവസ്ഥകളും ഓരോ ബിയാറ്റിറ്റ്യൂഡും അത് അല്പസമയം എടുക്കുന്ന ഒരു പഠനമാണ്. ഇന്ന് പകലിൽ അതിലേക്ക് കയറുവാൻ തക്കവണ്ണം നമുക്ക് കഴിയത്തില്ല. എന്നാൽ ഈ ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം എന്തൊക്കെയാണെന്ന്, ഒന്നാമത് കർത്താവ് തൻ്റെ ജനത്തെ ഒന്ന് ഒരുക്കിയെടുക്കാനായിട്ട് ഒന്നാമത് ആഗ്രഹിക്കുന്ന ഒരു ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം ഉണ്ടായിരിക്കണം. എന്തുവാ ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത്? ഒന്ന്, കോർ ക്രിസ്ത്യൻ വാല്യൂസ് എന്തൊക്കെയായിരിക്കണം? ഈ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ സംക്ഷിപ്ത രൂപത്തിൽ നമ്മൾ പറഞ്ഞാൽ എന്തെല്ലാം ആയിരിക്കണം? ഒന്നാമത്, അത് സ്നേഹത്തിൽ മാർക്ക് ചെയ്യപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കണം. ദൈവം കർത്താവ് ഒരുക്കുവാൻ ആഗ്രഹിക്കുന്ന കമ്മ്യൂണിറ്റി അല്ലേ? നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്നെല്ലാവരും അറിയും അല്ലേ? നമ്മുടെ പേരുകൊണ്ടോ നമ്മുടെ ഡ്രസ് സ്റ്റൈല് കൊണ്ടോ നമ്മുടെ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ അല്ലല്ലോ. കർത്താവോട് പറയുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കർത്താവ് തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നതിനാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകമെല്ലാം അറിയും. സോ ലവ് ഈസ് സെൻട്രൽ ടു ദ ക്രിസ്ത്യൻ വാല്യൂ. അപ്പോൾ സ്നേഹമില്ല എങ്കിൽ പിന്നെ ഏതുമില്ലെന്നാണ് നമ്മൾ കൊരിന്ത്യ ലേഖനം 1-ാം ലേഖനം 13-ാം അധ്യായത്തിൽ വായിക്കുന്നത്. ആ സ്നേഹമില്ലാത്തവരാണ് എങ്കിൽ ഏതുമില്ല. അപ്പോൾ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതമായിരിക്കണം ഈ കോർ വാല്യൂവിനെ കാണിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സംക്ഷിപ്തമായ രൂപത്തിൽ നമ്മൾ ക്രിസ്തീയ പ്രമാണങ്ങളെ അതിൻ്റെ രത്നച്ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം എന്തുവാ? സ്നേഹം. സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സമൂഹം ആയിരിക്കണം. യേശു കർത്താവ് തൻ്റെ അടുത്ത് വന്ന വ്യക്തിയോട് പറയുന്നത് നമുക്കറിയാമല്ലോ. ആ ഗുരുവിനോട് അവനോട് ചോദ്യം ചോദിച്ച ഒരു നിയമജ്ഞനോട് ചോദിച്ചല്ലോ, യേശു അവനോട് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കണം. ഒന്ന്, അവിടെ കൊണ്ട് കർത്താവ് നിർത്തിയിരുന്നെങ്കിൽ നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റിഫൈ ചെയ്യായിരുന്നു. എന്നാൽ രണ്ടാമത് പറയുക 38-ാം വാക്യത്തിൽ 22-ാം അധ്യായം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. എന്തുവാ? നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ നീ സേവിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കണം. രണ്ടാമത് പറയുക, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന, രണ്ടാമത്തേത് അതിനോട് സമം. എന്തുവാ? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. എന്തൊരു അതിൻ്റെ അർത്ഥം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ സ്നേഹമില്ലാതെ വർത്തിക്കുകയും ഇടപെടുകയും ആളുകളെ നമ്മൾ കുറ്റപ്പെടുത്തുകയും തരം താഴ്ത്തുകയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുമ്പം, അല്ലെങ്കിൽ അവർക്കെതിരെ നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിട്ടുണ്ടോ ഇത് ദൈവത്തിൻ്റെ വചനം എന്തോ പറയുന്നത്, ഞാൻ അതുമായിട്ടൊന്ന് തട്ടിച്ച് നോക്കുന്നുണ്ടോ എൻ്റെ ജീവിതം എന്ന് നമ്മൾ നോക്കേണ്ടത് ഒരുപാട് അത്യന്താപേക്ഷിതം. അപ്പോൾ ക്രിസ്ത്യൻ വാല്യൂസ് ഉള്ള ഒരു ജീവിതമായി തീരുക, ഒരു കുടുംബമായി തീരുക. അതിനകത്ത് ഒരുപാട് മറ്റു കാര്യങ്ങളുണ്ട്. ആ സ്നേഹത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തെ സ്നേഹിക്കണം, നമ്മുടെ സമസൃഷ്ടികളായിട്ടുള്ളവരെ നമ്മൾ സ്നേഹിക്കണം. അതോടൊപ്പം അപ്പോൾ അതിനകത്ത് കമ്പാഷനുണ്ട്, കൈൻഡ്നെസ് ഉണ്ട്, ഫൊർഗീവ്നെസ് ഉണ്ട്. ഇതെല്ലാം അതിനകത്ത് വരുന്നതാണ്. ദയയും മനസ്സലിവും, നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായി ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. നമുക്കും ഉണ്ടൊരു ന്യായപ്രമാണം, ഒരു പുതിയ ന്യായപ്രമാണമാണെന്നേ ഉള്ളൂ അല്ലേ? അത് യാഗം കഴിച്ച് നമ്മൾ അതിൽ കൂടെ
ശുദ്ധി പ്രാപിക്കുന്നവരായിട്ടല്ല, പ്രത്യേകം നമുക്കൊരു ന്യായപ്രമാണം തന്നിട്ടുണ്ട്. എന്തുവാ? നിങ്ങൾ തമ്മിൽ ദയയും മനസ്സിലും ഉള്ളവരായിട്ട് ഇങ്ങനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിക്കണം. അപ്പോൾ കർത്താവ് തന്നിട്ടിരിക്കുന്ന ന്യായപ്രമാണം എന്തുവാ? തമ്മിൽ ദയയും മനസ്സലിവും ഉള്ളവരായിരിക്കണം. ഫെയ്ത്ത്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്, ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് അചഞ്ചലമായ വിശ്വാസം, ദൈവത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം ഏറ്റവും അത്യന്താപേക്ഷിതമാണ്, അല്ലേ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? അപ്പം ആ വിശ്വാസത്തിലാണ് ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ വരുന്നത് തന്നെ. ദൈവമുണ്ട്, തന്നെയുമല്ല അവനെ അന്വേഷിക്കുന്നവർക്ക്, അവനെ പിൻപറ്റുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്ന വിശ്വസ്തനായ ദൈവമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലും അവിടെയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അതിലടങ്ങിയിട്ടുണ്ട്, ഞാനവിടെ നിൽക്കുന്നില്ല. ഹ്യൂമിലിറ്റി അടങ്ങിയിട്ടുണ്ട്, നമ്മളെങ്ങനെ നടക്കുന്നു എന്നുള്ളത് അതിൽ അടങ്ങിയിട്ടുണ്ട്. ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ എന്തുവാ? ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ സീയിങ് ourselves റൈറ്റ്ലി ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്, നമ്മെ തന്നെ കാണേണ്ടതുപോലെ ദൈവസന്നിധിയിൽ കാണുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാവുക. അഹങ്കാരത്തോടെയല്ല, അഹമ്മതിയോടെയല്ല, അതോടൊപ്പം തന്നെ നമ്മൾ ഹീനഭാവനയോടെയുമല്ല. നമ്മളെ തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടി എന്നുള്ള പ്രത്യേകത നമുക്കുണ്ട്, ശ്രേഷ്ഠത നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധി താഴ്മയോടെ നമ്മെ തന്നെ കാണണം. അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കാണുവാൻ തക്കവണ്ണം ഇടയാകരുത്, അല്ലേ? മീഖായുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, 6-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവിടെ വായിക്കുന്നു, മനുഷ്യ നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. നമുക്കെല്ലാവർക്കും ഏകദേശം അനേകർക്ക് കാണാപ്പാഠം അറിയാവുന്ന ഒരു വാക്യമാണ്. മനുഷ്യ നല്ലതെന്തെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എന്തുവാ നല്ലത്? ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? അപ്പം ഈ ക്രിസ്ത്യൻ വാല്യൂസിൽ കാണപ്പെടേണ്ട കാര്യങ്ങൾ, ഫൊർഗീവ്നെസ് ഫോർ എക്സാമ്പിൾ, നമ്മൾ ക്ഷമയുള്ളവരായിത്തീരുക, സ്നേഹമുള്ളവരാകുക, വിശ്വാസമുള്ളവരാകുക, ദൈവത്തിൽ ആശ്രയമുള്ളവരാകുക, താഴ്മയോടെ നമ്മൾ ജീവിക്കുക, ഓണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി, സത്യസന്ധതയോടെ വിശ്വാസ്യതയോടെ ജീവിപ്പാൻ ഇടയാവുക. ഇതെല്ലാം അതിൻ്റെ ഭാഗങ്ങളാണ്. അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഫൊർഗീവ്നെസ്. നമുക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാനിത് ധാരാളമായി സമയമെടുത്ത് പഠിപ്പിച്ച കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മൾ സംസാരിച്ച കാര്യങ്ങളാണ്. എങ്കിലും ഓർമ്മപ്പെടുത്തേണ്ടത് അനിവാര്യമാണ്, അല്ലേ? നമുക്ക് പിന്നെയും നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 14-15 വാക്യങ്ങൾ, നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും, അല്ലേ? നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോടും ക്ഷമിക്കും. നമ്മൾ ക്ഷമയില്ലാതിരിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോടും ക്ഷമിക്കുകയില്ല. നമ്മൾ ശോധന ചെയ്യണം, നമ്മളെ തന്നെ ശോധന ചെയ്യണം. നമ്മൾ ക്ഷമിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ പൊറുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലേ? നമ്മൾ നിരപ്പ് പ്രാപിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതെല്ലാം നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്. 15-ാം വാക്യത്തിൽ വായിക്കും, നിങ്ങൾ മനുഷ്യരുടെ പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കുകയില്ല. സ്തോത്രം. അങ്ങനെയാണ് നമ്മുടെയൊക്കെ പിഴകളെ ക്ഷമിച്ചിട്ടുണ്ടോ കർത്താവ്? ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കാനുണ്ടോ? ഇനിയും ക്ഷമിക്കാതെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ഒത്തിരി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് സർവീസ് മൈൻഡഡ്നെസ്, ഈ ദൈവരാജ്യത്തിലെ ഈ തൻ്റെ രാജ്യത്തിലെ തൻ്റെ പൗരകൾ എങ്ങനെയുള്ളവരായിരിക്കും? സർവീസ് മൈൻഡഡ് ആയിരിക്കും, ശുശ്രൂഷകൾക്ക് ഒരുക്കമുള്ളവരായിരിക്കും. യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ ശുശ്രൂഷ ചെയ്യിപ്പാനായിട്ടല്ല വന്നത്, പ്രത്യുത ശുശ്രൂഷിപ്പാനും എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നിരിക്കും, അല്ലേ? ഏതറ്റം വരെ പോകും ഈ ശുശ്രൂഷയിൽ നിന്ന്? ശുശ്രൂഷിപ്പാനും എൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പം. ഈ കോർ വാല്യൂസിലെ ഒരു ക്രിസ്ത്യൻ വാല്യൂ ഉള്ളവരായി തീരുക. ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ്. പ്യൂരിറ്റി ആൻഡ് ഹോളിനെസ് അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അത് അപ്ലൈ ചെയ്യുവാൻ കഴിയണം. ഈ പഠനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയും അതിൻ്റെ ഒരു ആരംഭം ഇടാനായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. രണ്ടാമത്തെ കാര്യം,
അപ്പോൾ ഒരു ക്രിസ്ത്യൻ വാല്യൂ സിസ്റ്റം ഉണ്ടാകണം. രണ്ടാമത്തെ കാര്യം, ഒരു ക്രിസ്ത്യൻ മൊറാലിറ്റി വേണം നമുക്ക്. ഒരു ക്രിസ്തീയമായിട്ടുള്ള ധാർമ്മികത അഥവാ സദാചാരം നമുക്കുണ്ടാകണം. ക്രിസ്തീയ സദാചാരം ലോകത്തിൻ്റെ സദാചാരത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് കിടക്കുന്നു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? എല്ലാവരും ഉണ്ടല്ലോ അല്ലേ? ക്രിസ്ത്യൻ മൊറാലിറ്റി എന്ന് പറയുന്നത് അതെന്തോ പറയുന്നത്, ഹൗ ഷുഡ് എ ക്രിസ്ത്യൻ ലീവ്, എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എന്ന് പറയുന്നതാണ്. യുനോ, അത് വാസ്തവത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നതും നമ്മുടെ മറ്റുള്ള പ്രിയപ്പെട്ടവരെ നമ്മൾ സ്നേഹിക്കുന്നതുമാണ്. അതിനോട് സമമായ കൽപ്പന, നിൻ്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കുമ്പോൾ ഈ മൊറാലിറ്റിയിൽ പെടാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ല. അതാ പറയുന്നതിൻ്റെ അർത്ഥം അല്ലേ? ഈ മൊറാലിറ്റി നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹജീവികളെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് പോലെ അവരെ സ്നേഹിക്കുന്നുവെങ്കിൽ ഈ മൊറാലിറ്റി അനുവദിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യത്തില്ലെന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനോ, ഞാൻ വായിച്ച വാക്യങ്ങൾ പിന്നെയും വായിക്കുന്നില്ല. മത്തായി 22:37 മുതലുള്ള വാക്യങ്ങളാണ്. കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ 40-ാം വാക്യത്തിൽ പറയുകയാണ്. അതായത് മത്തായി 22:37 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ. 38-ാം വാക്യത്തിൽ പറയുന്നു, ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന, രണ്ടാമത്തേത് അതിനോട് സമം. എന്തുവാ? കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. 40-ാം വാക്യത്തിൽ പറയുന്നത്, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പം ന്യായപ്രമാണം മുഴുവനും കൂടെ പ്രവാചകന്മാർ പറഞ്ഞ അവരുടെ പ്രവചനങ്ങളുടെ എല്ലാം കൂടി ഒരു രത്ന ചുരുക്കം, ഇന്ന നട്ഷൽ പറഞ്ഞാൽ എന്തുവാ? ഈ 2 കൽപ്പനകളാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ സ്നേഹിക്കണം. നിൻ്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഈ 2 കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. ക്രിസ്ത്യൻ മൊറാലിറ്റി. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ ഒന്ന് വായിച്ചേ. മത്തായി 5:20. മതി. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എന്തുവായിരുന്നു? ശാസ്ത്രിമാരുടെയും ശാസ്ത്രിമാരും പരീശന്മാരും ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, കിട്ടുന്നതിനെല്ലാം പതാരം കൊടുക്കുന്നു. അപ്പോൾ ഒരാൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു, അവർ 2 വട്ടം ആഴ്ചയിൽ 2 വട്ടമായിരുന്നു ഉപവസിക്കുന്നതെങ്കിൽ നമ്മൾ 3 വട്ടം നല്ല നീതിയെ കവിയത്തുള്ളൂ. യുനോ, ദ ലോർഡ് ഈസ് ആക്ച്വലി ടോക്കിംഗ് സംതിങ് മോർ. അങ്ങനെ ബാഹ്യമായിട്ട് നമ്മൾ കാണുന്ന ചില കാര്യങ്ങളല്ല, അതിനെക്കുറിച്ച് കർത്താവ് ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. വളരെ ഗഹനമായ കാര്യങ്ങൾ, ആഴമേറിയ കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമുക്കെല്ലാം സ്വർഗത്തിൽ പോകണം അല്ലേ? കർത്താവിനോട് കൂടെ ആയിരിക്കണം, നിത്യജീവൻ്റെ അവകാശികളാണ്. ഇതിനുവേണ്ടിയല്ലേ നമ്മൾ ഇതിനിറങ്ങിയത്. അത് നഷ്ടപ്പെടുവാൻ നമുക്കിടയാകരുത്. വളരെ റാഡിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുക. ഇത് നമ്മുടെ ഈ ഭാഗ്യാവസ്ഥകളുടെ പഠനമല്ല കേട്ടോ, അതിൻ്റെ ആരംഭം കുറിക്കുന്നത് മാത്രമേ ഉള്ളൂ. 21-ാം വാക്യം, കൊല ചെയ്യരുതെന്ന് അടുത്ത വാക്യം കൂടി. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. മൈ ഗോഡ്, സോ സ്കെയറി അല്ലേ? ഒരുപാട് ഭയപ്പെടുത്തുന്ന, ഭീതിതമാ. എന്തുവാ? കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് പൂർവന്മാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവരോട് അരുളി ചെയ്ത് കേട്ടിട്ടുണ്ട്. അങ്ങനെയായിരുന്നെങ്കിൽ നമ്മളിൽ ഒത്തിരി പേര് രക്ഷപ്പെട്ടു പോയനല്ലേ. കൊല ചെയ്തിട്ടില്ലല്ലോ. കർത്താവ് പറയുക, എത്ര റാഡിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും. കോപം എന്ന് പറയുന്നത് നമ്മൾ പിന്നെ അവിടെ ഒന്ന് ഡിഫൈൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കും. നമ്മളെല്ലാം കോപിച്ചിട്ടുണ്ട്. കോപിക്കാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ?
നിങ്ങൾ കൈ പൊക്കിയാലും ഞാൻ വിശ്വസിക്കത്തില്ല. കോപിക്കാത്ത ആരും ഉണ്ടാകുകയില്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാനും കോപിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ കോപം എങ്ങനെയുള്ളതായിരുന്നു? ഒരു റൈച്വസ് ആങ്കറുണ്ട്. ഞാൻ ബൈബിൾ സ്റ്റഡി ടൈമിൽ വെനസ്ഡേയിലെ സ്റ്റഡിയുടെ മധ്യേ അത് പറയുവാൻ സമയമെടുത്തിട്ടുണ്ട്. റൈച്വസ് ആങ്കർ. നമ്മുടെ കർത്താവ് കോപിച്ചിട്ടുണ്ടല്ലേ? ആലയത്തിൽ വെച്ച് അവൻ കോപിച്ചിട്ടുണ്ട്. പൊൻവാണിഭക്കാരെയും വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും എല്ലാം ചാമ്പട്ടി കൊണ്ട് അടിച്ച് പുറത്താക്കി അവൻ കോപിച്ചു. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ റൈച്വസ് ആങ്കർ ആയിരുന്നു. റൈച്വസ് ആങ്കറിനെ അല്ല ഇവിടെ പറയുന്നത്, നമ്മുടെ സെൽഫിഷ് ആങ്കറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്വാർത്ഥത നിറഞ്ഞ, സ്വാർത്ഥതയിൽ നിന്നുണ്ടാകുന്ന കോപം അല്ലേ? എനിക്ക് വേണ്ട പരിഗണന ലഭിക്കാഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് ദോഷമായിട്ട് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, ഇറ്റ് ക്യാൻ ഗോ ഇൻ ടു ഓൾ ദ വേസ്. സ്വാർത്ഥത നിറഞ്ഞ കോപം, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അല്ലെങ്കിൽ കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ പറയും. അപ്പം കോപം എന്ന് പറയുന്നത് ജസ്റ്റിഫൈ ചെയ്യപ്പെടുന്ന ചില സമയങ്ങളുണ്ട്. പാപം ചെയ്യാതെ കോപിക്കുക. പാപം ചെയ്യാതെ കോപിക്കാൻ പറ്റുമോ? ഇവിടെ പറയുക, കോപിച്ചാൽ നീ അഗ്നി നരകത്തിന് യോഗ്യനാകും അല്ലേ? കോപിച്ചാൽ നിങ്ങൾ ന്യായവിധിക്ക് യോഗ്യനാകും. അപ്പോൾ എന്തുവാ, എങ്ങനെയുള്ള കോപം? റൈച്ചസ് ആങ്കറിനെ കുറിച്ചല്ല പറയുന്നത്. പ്രത്യുത നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നുളവാകുന്ന കോപത്തെക്കുറിച്ച്. എഫേസ്യ ലേഖനം നമ്മൾ സവിസ്തരം പഠിച്ചാൽ അത് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ ഭോഷ്കും നിങ്ങളുടെ സ്വാർത്ഥതയും എല്ലാം ഉപേക്ഷിച്ച് എങ്ങനെ അന്യോന്യം നിങ്ങൾ ഇടപെടണം, വർത്തിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് അവിടെ വളരെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സ്വാർത്ഥതയിൽ നിന്ന് കോപിക്കും. ഇന്ന് രാവിലെ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കണം കേട്ടോ, എൻ്റെ സ്വാർത്ഥതയിൽ നിന്നാണോ ഞാൻ കോപിച്ചുകൊണ്ടിരിക്കുന്നത്? പലരോടും ഞാൻ കോപിക്കുന്നുണ്ട്. എൻ്റെ സ്വാർത്ഥത, എൻ്റെ ഈഗോ അല്ലേ, എൻ്റെ അവകാശവാദങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ, അത് നിറവേറ്റാതെ വരുമ്പോൾ ഞാൻ കോപിക്കും. അങ്ങനെയാണോ നമുക്ക് സംഭവിക്കുന്നത്? സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിസ്സാരൻ. അവരൊക്കെ ആരാ? നിസ്സാരന്മാരാ എന്ന് നമ്മൾ അറിഞ്ഞും അറിയാതെയും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും അല്ലേ? നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യന. മൂഢ നമ്മൾ ഇംഗ്ലീഷിൽ പലപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും ആ വാക്ക്, സ്റ്റിപ്പഡ് എന്നുള്ള വാക്കല്ലേ? അറിഞ്ഞും അറിയാതെ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളൊക്കെ. വിശേഷാൽ അതൊരു വ്യക്തിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ ബോധവാന്മാരാകണമെന്ന് നിർബന്ധമില്ല. ഓർത്തുകൊള്ളണം ഈ വചനം എല്ലാം. നമ്മളിത് ഞാനുണ്ടാക്കി പറയുന്നതല്ല, എൻ്റെ പ്രസ്താവനകളല്ല, നമ്മുടെ കർത്താവ് പറഞ്ഞത് എടുത്തു പറയുന്നതാണ്. എത്ര ഭയപ്പെടണം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഓരോ വാക്ക് ഉച്ചരിക്കുന്നതിന് മുമ്പേ, ദൈവസന്നിധിയിൽ ഉച്ചരിക്കുന്നതിന് മുമ്പ്, ഒരു സഹോദരനെക്കുറിച്ച് സഹോദരിയെക്കുറിച്ച് പറയുന്നതിന് മുമ്പേ ഓരോ വാക്കുകളെക്കുറിച്ചും നമുക്ക് വളരെ വളരെ ശ്രദ്ധയുള്ളവരായിരിക്കണം. 27, 28 വാക്യങ്ങളെന്ന് വായിച്ചാൽ അതേ അധ്യായത്തിൻ്റെ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. നോക്കണേ, കർത്താവ് ഈ ക്രിസ്ത്യൻ മൊറാലിറ്റിക്ക് അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് ഒരു പുതിയ പരിഭാഷ നൽകിയ കർത്താവ് അല്ലേ? പഴയ നിയമത്തിൽ പറയുന്നത് വ്യഭിചാരം ചെയ്യരുതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു പുരുഷനോ സ്ത്രീയോ വ്യഭിചാരം ചെയ്യരുത്. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്ന, സ്ത്രീയെ മോഹിക്കേണ്ടതിന്, പുരുഷനെ മോഹിക്കേണ്ടതിന്, അവനെ നോക്കുന്നവൾ എല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി. പരീശന്മാരുടെ ഇടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവരുടെ പേര് ബ്ലൈൻഡ് ഫാരിസീസ് എന്നായിരുന്നു. ബ്ലീഡിങ് ഫാരിസീസ് എന്നും അവർ അറിയപ്പെടുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ സ്ത്രീയെ നോക്കത്തില്ല. അവർ പുറത്തോട്ട് ഇറങ്ങുമ്പം കണ്ണടച്ചോണ്ടേ നടക്കത്തുള്ളൂ. ബ്ലൈൻഡ് ഫാരിസീസ്, സ്ത്രീകളെ നോക്കാതെ കാണാതിരിക്കാനായിട്ട്. ഈ വചനമൊക്കെ കേട്ട് പേടിച്ചതായിരിക്കും അല്ലേ? അപ്പോൾ അവരിങ്ങനെ നടന്ന് കണ്ണും കാണാതെ മേലാതെ നടന്ന് പോസ്റ്റിലും പില്ലറിലും എല്ലാം ഇടിച്ചും പറിച്ചും മുഴുവൻ രക്തം ഒഴുക്കി മുറിവുമായിട്ട് നടക്കുമ്പോൾ അവരെ വിളിച്ചിരുന്ന എന്താ പേര്?
ബ്ലീഡിങ് ഫാരിസീസ്. നമ്മൾ അങ്ങനെ ജീവിക്കാനല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അതല്ല കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഞാനോ നിങ്ങളോട് പറയുന്ന സ്ത്രീയെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയെന്നാണോ? അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്ന സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. മോഹിക്കേണ്ടതിന്, ലസ്റ്റ്ഫുൾ അല്ലേ? നമ്മൾ കൺമോഹം, ജഡമോഹം ജീവനത്തിൻ്റെ പ്രതാപം. ജഡത്തിൻ്റെ ആ മോഹത്തോടെ, ജഡീകമായ ആഗ്രഹത്തോടെ ഭോഗിക്കേണ്ടതിന്, മോഹിക്കേണ്ടതിന് ഒരു സ്ത്രീയെ നോക്കുന്നവൻ അല്ലെ ഒരു പുരുഷനെ നോക്കുന്നവൾ എല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയത്. അപ്പോൾ നോക്കിയേ, ഈ ക്രിസ്ത്യൻ മൊറാലിറ്റിക്ക് കർത്താവ് അതിന് എത്ര വ്യത്യസ്തമായിട്ടുള്ളൊരു പരിഭാഷയാണ് നൽകിയിരിക്കുന്നത്. നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ. ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. 2 കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞ് ഇന്ന് നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ഒത്തിരി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അടുത്ത കാര്യം, അപ്പം എന്തെല്ലാം പറഞ്ഞു? നമ്മൾ കോപിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, സ്നേഹിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, കോപിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു, നമ്മുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയേക്കാൾ കവിയുന്നതിനെക്കുറിച്ച് പറഞ്ഞു, കൊല ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. അത് എന്തും കൊലയാണെന്നാണ് പറയുന്നത്. നമ്മൾ കോപിക്കുന്നത് പോലും പലപ്പോഴും നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നുള്ള കോപം. അത് കഴിഞ്ഞ് വ്യഭിചാരം ചെയ്യുന്നതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് 31-ാമത്തെ വാക്യത്തിൽ, 31-32 വാക്യങ്ങൾ വായിച്ചേ. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. ഉപേക്ഷിച്ചവളെ ആരെങ്കിലും വിവാഹം കഴിച്ചാൽ വ്യഭിചാരം ചെയ്യുന്നു. ആരെങ്കിലും ഭാര്യയെ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്നും അരുളി ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ മത്തായി സുവിശേഷത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ അടുക്കൽ ആളുകൾ വന്നിട്ട് ചോദിച്ചു, ഏത് കാരണവും ചൊല്ലി ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? അപ്പം മോശ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കുകയാണെങ്കിൽ, ഒരുവൻ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുന്നുവെങ്കിൽ ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് അവളെ ഉപേക്ഷിക്കട്ടെ. അപ്പം കർത്താവ് പറയുക, നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തമാണ് അങ്ങനെ നിങ്ങളോട് പറഞ്ഞത്. ആരെങ്കിലും ഭാര്യ ഉപേക്ഷിച്ചാൽ അവൾക്ക് ഉപേക്ഷണ പത്രം കൊടുക്കട്ടെ എന്ന് അരുളി ചെയ്തിട്ടുണ്ട്. ഞാനോ നിങ്ങളോട് പറയുന്ന, പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നവനല്ല അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യും. സോ ഗോഡ് ഹേറ്റ്സ് ഡിവോഴ്സ്. ദൈവം വിവാഹമോചനത്തെ വെറുക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ജനറൽ പ്രിൻസിപ്പിളാണ്, എംഫാറ്റിക്കായിട്ട് പറയുന്ന കാര്യമാണ്. നമ്മുടെ വിവാഹങ്ങൾ, കുടുംബജീവിതങ്ങൾ വളരെ വളരെ വ്യത്യസ്തമായിരിക്കണം. അതിന് വേറൊരു സ്റ്റാൻഡേർഡാണ് ദൈവം കൽപ്പിക്കുന്നത്. അതാ ദൈവത്തിൻ്റെ വചനം. പരസംഗം ഹേതുവായിട്ടല്ലാതെ ഭാര്യയെ ഉപേക്ഷിക്കുന്നവനെല്ലാം അവളെ കൊണ്ട് വ്യഭിചാരം ചെയ്യിക്കുന്നു. നോക്കണേ, കർത്താവ് പറയുന്ന ഈ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് എത്ര വ്യത്യസ്തം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവിടെ അവസാനിപ്പിക്കാം. 43-44 വാക്യങ്ങളിലൂടെ വായിച്ചേ. 43-44-5 സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പി, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. മതി, താങ്ക് യു. കർത്താവ് പറയുക, വേറൊരു പ്രമാണം കർത്താവ് ഒന്ന് ഉടച്ചു വാർത്ത് പുതിയൊരു പ്രമാണം നമ്മുടെ മുമ്പിൽ വയ്ക്കുക. കർത്താവ് പറയാൻ, നിങ്ങൾ കേട്ടിട്ടുണ്ട് ശത്രുക്കളെ, ആണോ? കൂട്ടുകാരനെ സ്നേഹിക്കുക, ശത്രുവിനെ പകയ്ക്കുക എന്നുള്ളതാ ഇതുവരെ നിങ്ങൾ കേട്ടിട്ടുള്ളത്. ഞാനോ നിങ്ങളോട് പറയുന്നത്, ഞാനിതാ ഒരു പുതിയ പ്രമാണം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുക. എന്തുവാ? ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. എത്ര നമുക്കിതെല്ലാം സാധിക്കും എന്ന് നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചോണം, മറ്റുള്ളവരോട് ചോദിക്കണ്ട. അവനവനോട് ചോദിപ്പാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. എത്ര വലിയൊരു സ്റ്റാൻഡേർഡിലേക്കാണ് കർത്താവ് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരുവാൻ ആഗ്രഹിക്കുന്നത്. ഏതൊരു സ്റ്റാൻഡേർഡിൽ ജീവിക്കാനായിട്ടാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്, അല്ലേ? ഹലോ, എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുക. ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ
കവിയുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. അപ്പോൾ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്ന നീതി ഇതൊക്കെയാണ് അല്ലേ? ഈ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വെച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വചനം അതിന് നമുക്ക് മാർഗദർശകമായി തീരണം അല്ലേ? പഠിപ്പിക്കലുകൾ അതിന് മാർഗദർശനമായി തീരണം. കർത്താവിൻ്റെ വചനം, കർത്താവിൻ്റെ അപ്പസ്തലന്മാർ, അങ്ങനെയുള്ള പ്രവാചകന്മാരൊക്കെ നൽകിയ ഉപദേശം നമുക്ക് മാർഗദർശനം ആയി തീരണം. അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു വിശുദ്ധി, ഉരുത്തിരിയുന്ന നിറഞ്ഞു നിൽക്കുന്ന ദൈവസ്നേഹം, ദൈവത്തിൻ്റെ ദിവ്യ സ്വഭാവം വെളിപ്പെടുന്ന നിത്യജീവൻ വേണ്ടി ഒരുക്കപ്പെടുന്ന ആളുകളായി നമുക്ക് തീരണം. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയാറുള്ളത് പോലെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളെ എങ്ങനെയെങ്കിലും ഇൻസുലേറ്റ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവിടെ വെക്കുക എന്നുള്ളതല്ല. പ്രത്യുത നമ്മളെ ഒരുക്കിയെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഒരുക്കിയെടുക്കുക. അതിനുവേണ്ടിയാണ് കർത്താവ് ഇതെല്ലാം പറഞ്ഞത്, ഈ പഠിപ്പിക്കലുകളെല്ലാം നൽകി. ഇന്ന് രാവിലെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക. ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പം വളരെ റാഡിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്നാൽ അത് നമ്മുടെ മനസ്സിലിരിക്കട്ടെ. അതിന്മേൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കും.